ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കളിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഭയങ്കര മഴ കേട്ടോ. നമുക്കിന്ന് കോളേജില്ല ഗൈസ്, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഭയങ്കര കളിച്ച് സുഖിച്ചിരിക്കട്ടോ. നല്ല സമാധാനവും സൗകര്യമൊക്കെ ഉണ്ട്. ഇന്നെന്തായാലും ഇനി കോളേജിൽ പോകണം. അയ്യോ, ഇതാരും വിളിക്കുന്നേ? തോമസ് ആയിരുന്നു. എന്താ തോമസെ വിളിച്ചേ? എടോ, നിനക്ക് അത്യാവശ്യമായിട്ട് എൻ്റെ വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? എന്താ തോമസ്, ഈ മഴയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഇത് മഴയെ പേടിച്ചിട്ടൊന്നുമല്ല എൻ്റെ പൊന്നു മോനെ. ഇവിടെ ഒരു കാര്യമുണ്ട്, നീ ഇങ്ങോട്ട് വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ വരണമെന്ന് അത്യാവശ്യമാണോ? അത്യാവശ്യമായതുകൊണ്ടല്ലേ വിളിച്ചത്. പ്ലീസ് ഡാ, ഒന്ന് വേഗം വാ, നിനക്ക് സംഭവം കാണിച്ചു തരാനാ. ഈ പെരും മഴയത്ത് ഞാൻ എങ്ങനെ വരിക? നീ നിൻ്റെ കാർ എടുത്തിട്ട് വാ, വേഗം വായിട്ടോ. ഓക്കെ ശരി ഗായ്സ്. ഇപ്പോൾ തോമസ് ആയിട്ട് വിളിച്ചത്. അവൻ നമ്മളടുത്ത് അവൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു. അവൻ ശ്വാസം മുട്ടുണ്ട് കിടന്നിട്ട്. എന്തേലും പറ്റിയൊന്നൊന്നും അറിയില്ല കേട്ടോ ഗൈസ്, എന്താണെന്ന് അറിയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാം. അവൻ പറഞ്ഞത് ശരി. എൻ്റെ ZX-10R ഫുൾ കിടന്നിട്ട് നനഞ്ഞിട്ടുണ്ട്. എടാ തോമസ്, അതെത്തറാ? എനിക്കറിയില്ല ഫ്രാങ്ക്ലിനെ, ഞാൻ കുറേ നേരം ഇത് കണ്ടുകൊണ്ടിരിക്കണ്. ഈ പെണ്ണ് ഇവിടുന്ന് പോണല്ല. ഞാൻ എത്ര ആട്ടിയെന്നറിയോ, എന്നിട്ടും ഈ പെണ്ണ് ഇവിടുന്ന് പോണില്ല. ഇതെന്ത് ജീവിയാണ് ഗൈസ്? ഇത് മനുഷ്യൻ തന്നെയാണ്, പക്ഷെ ഇത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. പെണ്ണ വല്ല സ്റ്റേജിലും പോയി അവതരിപ്പിക്കുക, അല്ലെങ്കിൽ വല്ല യൂട്യൂബിൽ റീൽസ് ഇടുക, എന്തെങ്കിലും ചെയ്ത് ഇതിനെനിക്ക് പൈസ കിട്ടൂലേ? വെറുതെ ഞങ്ങളെ മുന്നിൽ നിന്നിട്ട് തന്നെ ഡാൻസ് കളിക്കണം. നീ ആരാണ്? നീ ഒന്ന് പറ. ഞാൻ പറയണ പോലും കേൾക്കാൻ നിന്നില്ല ഗായ്സ്, അപ്പോഴേക്ക് അപ്രത്യക്ഷമായി ഗായ്സ്. ഇതെന്താണെന്നൊന്നും മനസ്സിലാവണില്ല ഗായ്സ്. ഇപ്പോൾ ഫുള്ളൊരു ഹൊറർ ഫീലുണ്ട്. തോമസേ, ഞാനെന്താ നിന്റെ വീട്ടിൽ നിൽക്കണോ? നിനക്ക് പേടി എന്തേലും ഉണ്ടോ? അറിയുവാളാ മര്യാദക്ക്. അല്ല പിന്നെ എനിക്ക് പേടിയുണ്ടോന്ന്? നിന്നേക്കാൾ ധൈര്യശാലിയാണ് ഞാൻ, എന്നിട്ടാണോ എന്നോട് പേടിയാണോ എന്ന് ചോദിക്കുന്നത്? പിന്നെ ഞമ്മക്കറിയാം എന്താന്നൊക്കെ. വിളിച്ചു വരുത്തി അപമാനിക്കുന്നു. നിന്നെ ഞാൻ എടുത്തോളാടാ. എടുക്കണ്ടാ, ഞാൻ നടന്നോളാം. 2 കാലുണ്ടല്ലോ. തോമസേ, തോക്കി കയറി വെടിവെക്കല്ലേ. തോക്കെവിടെ? എനിക്ക് വെടിവെക്കാൻ മാത്രം. ഇവനെ വല്ല ഒരു ചിരി ബമ്പർ ചിരിയിൽ കൊണ്ടേ നിർത്തി കഴിഞ്ഞാൽ അത്ര പൈസ കിട്ടും. ഇതൊരുമാതിരി ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടി ജീവിച്ച ഒരു ജീവി പോലെ കേട്ടോ ഇവൻ. ഈ തോമസ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, പക്ഷെ ഇവനില്ലാണ്ട് എനിക്കൊരു ജീവിതം കേട്ടോ. കാരണം അങ്ങനെയാണ് എൻ്റെ നൻപണ്ട ഗൈസ്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യും, ചപ്പറം മുടി ഒന്ന് വെട്ടാൻ. കാരണം എനിക്ക് ഈ മുടി കാരണം നടക്കാൻ പറ്റില്ല. വീട്ടിലെ അമ്മായിമാർ വന്ന് ചോദിക്കും, അയ്യോ മോനെ എന്തെങ്ങനെ മുടിയൊക്കെ വളർന്നിക്കണേ, ഇപ്പോൾ വെട്ടിക്കൂടെ? അതുകൊണ്ട് ഗൈസ് നമ്മളിതപ്പോൾ വെട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യാം, നേരെ വീട്ടിൽ പോവാം. അതല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ലല്ലോ ഗൈസ്. ഇന്നെന്തായാലും അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഗൈസ്, എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അവധി പ്രഖ്യാപിച്ചത്. അതിനുശേഷം നിങ്ങൾക്ക് സ്കൂളില്ലാന്നല്ല, സ്കൂളിൽ പോകാണ്ട് മടി പിടിച്ചിരിക്കാൻ പാടില്ല, സ്കൂളിൽ പോയിക്കോണം കേട്ടാ ഗൈസ്. എന്തായാലും നമ്മളിതാ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഗൈസ്, നേരെ മതിലുമ്മ കൂടെ ഇടിച്ച് കയറ്റി. ഇത് മതിലാണ് ഫ്ലോറാണ്, എന്താ ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യുക ഗൈസ്, നമുക്ക് ഇനിയൊന്ന് പുതച്ച് മൂടിക്കിടന്നുറങ്ങട്ടോ. ഗൈസ്, ഈ ഉറങ്ങാൻ സമയക്കാണ്ട പുറത്ത് കിടന്ന് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്ന ആരാന്നൊന്നും അറിയില്ല കേട്ടോ. കുറേ നേരമായി ആരോ സൗണ്ട് ഉണ്ടാക്കുന്നു. നമുക്കെന്തായാലും നോക്കി വെക്കാം കേട്ടോ. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ. അഴകിയലയിലെ നീയോ? ആരടി നീ? ഏതാ? ഞാനാണ് ലൈല, ലൈല പി. എന്ത് പിയോ? എനിക്കിവിടെ പി ഒന്നും ആവശ്യമില്ല, നീ പൊക്കോ ആരാണെങ്കിലും. എൻ്റെ പേര് മിനീഷലാണ് പറഞ്ഞത് ഗൈസ്. നമ്മൾ ഇവിടെ അല്ലാണ്ട് വേറെ ഏതോ ഒരു പെണ്ണിനെ നമ്മുടെ തോമസിൻ്റെ വീട്ടിൽ കണ്ടില്ലേ? അപ്പം അതാരാണ്? അതെൻ്റെ സഹോദരിയാണ്. അതിന് നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഉണ്ടാക്കല്ലേ. എനിക്ക് നിന്റെ വീട് വേണം. പറ്റൂല. അയ്യോ എൻ്റെ മോന്ത. ഗൈസ്, ആ പെണ്ണിനെ ഇടിച്ചിട്ടു. ഇവൾക്ക് ഇത്രയും ധൈര്യമോ? എവിടെ പോയി ഇവളെ കാണാനില്ല ഗൈസ്. എന്താണ് ഗൈസ്, എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. അല്ലെങ്കിലും നിങ്ങളെ ഞാൻ എന്തിനാ പറയുന്നത്, നിങ്ങളെന്നെ ഒന്നും ചെയ്തില്ലല്ലോ ഗൈസ്. എനിക്ക് ദേഷ്യം വന്നിട്ട് പോയി, ഭ്രാന്ത് വരിക ഗൈസ്. എനിക്ക് മാത്രമാണ് ഈ കണ്ടകം. ഇന്നെന്തായാലും ചൊവ്വാഴ്ചല്ലേ, അപ്പോൾ കണ്ടക ചൊവ്വ. എന്തായാലും ഒരു കാര്യം ചെയ്യുക ഗൈസ്, നമുക്ക് കിടന്നുറങ്ങാം. അവളിവളെന്ത് സ്റ്റൈലാട്ടു മിണ്ടാണ്ടിരിക്കേ. ഇനി ഇവളേതാണാവോ ഗൈസ്? മനസ്സിലായി ഗൈസ്, ഇവളല്ലേ നമ്മൾ തോമസിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടേ? അതെ, എന്നെ തന്നെയാണ് കണ്ടത്. നിനക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല, കാരണം ഞാനൊരു പ്രേതമല്ലേ. എങ്ങനെയാണ് നിനക്ക് എന്നെ കൊല്ലാൻ പറ്റുക? അപ്പം ഇപ്പം ഇവിടെ വന്ന പെണ്ണാരാ? അതെൻ്റെ ചേച്ചിയാണ് ഗൈസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ, ഫുൾ ഭ്രാന്ത് വരികയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ?
നീ രക്ഷപ്പെടാൻ നോക്കണ്ട. നീ എങ്ങാനും രക്ഷപ്പെടാൻ നോക്കിയാൽ ഞാൻ നിന്നെ കൊന്നിട്ടേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. അയ്യോ, എന്നെ കൊല്ലല്ലേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ ആ ഒരു ജയിലിൽ എൻ്റെ സഹോദരിയുണ്ട്, ഇരട്ട സഹോദരി. ഇനി അങ്ങനെ ഒരാളുണ്ടോ? ആ ഉണ്ട്. അവിടെ നീ പോയി രക്ഷിക്കണം. നിനക്ക് ഞാൻ 3 ടാസ്ക്കാണ് തരുന്നത്. ഇതിലെ ആദ്യത്തെ ടാസ്ക്കാണിത്. ഇനി രണ്ടാമത്തെ ടാസ്ക് എന്താണെന്നറിയോ? ഇല്ല, അറിയൂല. രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. മൂന്നാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ പറ, എന്താ മൂന്നാമത്തെ ടാസ്ക്? അല്ലെങ്കിൽ വേണ്ട, നിൻ്റെ അടുത്ത് ഞാൻ മൂന്നാമത്തെ ടാസ്ക് പറയുന്നില്ല. മൂന്നാമത്തെ ടാസ്ക് നീ വന്നിട്ട് ഞാൻ പറയാം, അപ്പം നീ ചെയ്തു തന്നാൽ മതി. ഇപ്പോൾ പറഞ്ഞ ഈ 2 ടാസ്കും നീ ചെയ്യണം. പക്ഷേ ഒരു ടാസ്ക് മാത്രമേ നീ ചെയ്യാവൂ. മറ്റേ ടാസ്ക് നമ്മുടെ പിള്ളേരാണ് ചെയ്യേണ്ടത്. അത് നീ അവരോട് പറയുക തന്നെ വേണം. ഓക്കെ, ശരി. ഗായ്സ്, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടാസ്ക് ഫസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അവിടെ ബെല്ലൈക്കൺ ഉണ്ട്, അതിന്മേൽ നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതെടുത്ത് കാണാം. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ടാസ്ക് തന്നെ ചെയ്യാൻ പോകട്ടോ. എന്തായാലും ഇപ്പോൾ ഇത്രയായില്ലേ, ഇനിയിപ്പോൾ അത് ചെയ്തേ പറ്റും. ഇപ്പം മഴയില്ല, ഭാഗ്യം. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബൈക്ക് എടുത്തിട്ട് പോവാം. നമുക്ക് എന്തൊക്കെ വള്ളിക്കേസുകളാണ് ഗൈസ് വരുന്നത്. ദിവസവും വള്ളിക്കേസുകളാണ്. ഞാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. എന്തായാലും എനിക്ക് മനസ്സിലായി, ഞാൻ ഇത്ര കാലം ഇവിടെ കിടന്ന് ചെയ്തുകൊണ്ട് ഇരുന്ന കുറ്റങ്ങൾക്ക് എനിക്ക് കിട്ടിയ ശിക്ഷയാണെന്ന് വിചാരിക്കാം. എന്തായാലും നമ്മൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. നമുക്കിനി ആ പെണ്ണുമ്പോളേനെ രക്ഷിക്കണം കേട്ടോ. സാറേ സാമ്പാറേ, സാറിൻ്റെ വീട്ടിൽ കല്യാണം. അതിനെൻ്റെ വീട്ടിൽ കല്യാണം അല്ലല്ലോ. സാറേ, ഞാൻ വേറെ കാര്യം ചോദിക്കാനാണ് വന്നത്. എന്തെന്നാ കാര്യം? സാറേ, എനിക്കിതാ ഇവിടെ ലോക്കപ്പിലൊരു ഡാൻസിങ് ലേഡി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ ഒന്ന് ജാമ്യം കിട്ടും. അവൾക്ക് ഇല്ല, ജാമ്യമില്ലാത്ത വകുപ്പാ. വേണേ കാണാം. ഓക്കെ, ഞാൻ കാണട്ടെ. നീയാണോടി മറ്റേ ഡാൻസ് ചെയ്യുന്ന പെണ്ണിൻ്റെ ഇരട്ട സഹോദരി? അതെ, ഞാൻ തന്നെയാണ് അവള്. നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. എന്തായാലും സാറ് വിടൂല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാ. ഓക്കെ, എങ്ങനെയാലും എന്നെ രക്ഷിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ചേച്ചി നിന്നെയൊക്കെ എന്താ ചെയ്യാന്നറിയോ? സാറേ, അവളെ അങ്ങ് വിട്ടെന്നേക്ക്. ഇല്ലെങ്കിലാ സാറേ, ഞാൻ പറയുന്നത് കേട്ടോ. സാറിനെന്നെ അറിയുന്നല്ലേ? അല്ല പിന്നെ, ഇല്ലെങ്കിൽ ഇതാ നടക്കാൻ പോകുന്നത്. അല്ല പിന്നെ. ഗൈസ്, നമുക്കിനി എന്തായാലും അവളെ രക്ഷിച്ചേ പറ്റും. എന്തായാലും രക്ഷിക്കാം ഗൈസ്. ഞാനിതാ അപ്പോൾ അവളെ രക്ഷിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവളെ കൊണ്ട് വേഗം പോകാട്ടോ. ഗൈസ്, ഞാൻ അവളെ കൊണ്ട് എന്തായാലും പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ആ ഒരു ചേച്ചി, ഡാൻസ് ചെയ്യുന്ന ചേച്ചി വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. നമുക്ക് ഇവളാക്കേണ്ടത് എൻ്റെ പഴയ വീട്ടിലാട്ടോ. പിന്നെ ആ ചേച്ചി പറഞ്ഞു, എൻ്റെ പഴയ വീട്ടിലുണ്ടാകുന്ന ആൾക്കാരെയൊക്കെ വെട്ടിക്കൊല്ലുക എന്തോ ചെയ്തിട്ട് ആ ചേച്ചി ഈ വീടൊക്കെ കൈക്കലാക്കിന്ന്. എന്തായാലും നമ്മൾ ഈ ചേച്ചിയെ ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചേച്ചിയെ നോക്കാം. ആ ചേച്ചി അവിടെ ഇല്ലാതിരുന്നാൽ മതിയെന്നും. പടച്ചവനെ, നമ്മളെ പഠിച്ച സഹായിക്കുന്നു വിചാരിക്കണം. ഇനി എന്തായാലും വേറെ എന്തെങ്കിലും ചെയ്യാണ്ടല്ല. ഗൈസ്, മൂന്നാമത്തെ ടാസ്ക് ഉണ്ട് എന്നാ ചേച്ചി പറഞ്ഞിരുന്നു കേട്ടോ. എന്തായാലും ചേച്ചി പറഞ്ഞു തരുന്നുണ്ടാവും മൂന്നാമത്തെ ടാസ്ക് എന്താണെന്ന്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഗൈസ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയി ചോദിച്ചു നോക്കാം കേട്ടോ. ആ ചേച്ചി എന്തായാലും പോയിട്ടുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം മൂന്നാമത്തെ ടാസ്ക് ബാക്കിയുണ്ടല്ലോ. നമുക്ക് വേഗം കയറി ചെല്ലട്ടോ. ചേച്ചി വീട്ടിൽ എന്തായാലും ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ് ഗൈസ്. അവിടെ തന്നെ ഉണ്ട് ചേച്ചി. മൂന്നാമത്തെ ടാസ്ക് എന്താണെന്ന് പറഞ്ഞില്ല. മൂന്നാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നീ എന്നെ ജുറാസിക് പാർക്കിൽ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ നിന്നെ ശല്യപ്പെടുത്താൻ വരികയില്ല. പിന്നെന്താ, ഞാൻ ആക്കിത്തരാലോ. ഓക്കെ, പക്ഷേ ബൈക്കിൽ വേണ്ട, എനിക്ക് ബൈക്കിൽ പോകാൻ ഇഷ്ടമല്ല. എന്നാൽ പിന്നെ എൻ്റെ കയ്യിൽ ബൈക്ക് മാത്രമേ ഉള്ളൂ. ബൈക്കിലിപ്പോൾ പോവാം. ഞാൻ വേഗം ബൈക്കിലാക്കി തരും. ചേച്ചി വേണേ വന്നാൽ മതി. എന്തേലും ചെയ്യും, നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ ഞാൻ പറഞ്ഞാൽ കേൾക്കൂലല്ലേ? ഈ ചേച്ചിക്ക് ഇത് എന്തിൻ്റെ കേടാ. നമുക്കൊരു കാര്യം ചെയ്യാം, പോയിട്ട് ചേച്ചീനെ ബൈക്കിൽ കയറ്റാം. ചേച്ചി അവിടെ നിന്ന് അനങ്ങൂല കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബൈക്ക് എടുത്തിട്ട് നേരെ ഉള്ളോട്ട് കയറ്റാം. ഗൈസ്, എന്തായാലും ചേച്ചി കയറിയിട്ട് പോവാ. ചേച്ചി, അയ്യോ ഇതൊന്ന് ചേച്ചി എന്നാ വേറിലിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബൈക്കിൽ കയറൂലെന്ന്. ഞാൻ ഇങ്ങനെ ആവുള്ളൂ. ചേച്ചി വെറുപ്പിക്കലേ, ഒന്ന് കയറി ചേച്ചി. പറ്റൂല മോനെ, ഞാൻ കയറിയില്ല. ഇത് കണ്ടോ, എനിക്കിതാ കാറിൽ കയറാനാണ് ഇഷ്ടം. നീ കാർ എടുക്ക്, നമുക്ക് കാറിൽ പോവാം. ഓക്കെ, ചേച്ചിക്ക് കാറിൽ പോയാൽ മതി. മര്യാദക്ക് ബൈക്കിൽ പോവാന്ന് പറയുമ്പോൾ കാറിൽ പോയാൽ മതി. എന്തായാലും ഒരു കാര്യം കാർ തന്നെ എടുക്കുക ഗൈസ്. കുറച്ച് സ്പീഡ് കുറച്ച് പോവാം, കാരണം എൻ്റെ അടിപൊളി കാറാണേ.
ഗൈസ് ഇതിന് ചെറുതായിട്ട് സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ. അയ്യോ എനിക്ക് കാറ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനിത് എൻ്റെ കൺട്രോളിലാണ്, നിൻ്റെ കൺട്രോളിലല്ല. ഹാ 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 ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ തോന്നിയ പോലെ ഇടിക്കണം. അയ്യോ എൻ്റെ വണ്ടി ഗൈസ് തരിപ്പണായി. എൻ്റെ പടച്ചോനെ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെ ഒരൊറ്റ കാറ് ഉണ്ടായിരുന്നുള്ളൂ, അതും തൊലച്ചു. ചേച്ചി പ്ലീസ് ചേച്ചി, എന്നെ എന്തിനെങ്ങനെ ഉപദ്രവിക്കുന്നത്? നിന്നെ ഉപദ്രവിക്കണം, കാരണം ലാസ്റ്റായിട്ട് എനിക്ക് നിനക്ക് തരാൻ പറ്റുന്ന പണിയാണിത്. ഓ ഗൈസ് ഒരുവിധം നമ്മളെന്തായാലും ഇവിടെ എത്തി. ചേച്ചി ഇറങ്ങ്. ആഹാ മോനെ, ആ ഡിക്കിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊരു ചൂടായിരുന്നു. ഓ ഭാഗ്യം വീട്ടിലെത്തി. വീടോ അതൊരു കാടല്ലേ, ഞാൻ ഇപ്പൊ കാണിച്ചത്. ജീ ബൂം ഭാ. എങ്ങനെയുണ്ട് മോനെ? ഗൈസ് ഇത് നോക്ക്, ഇതൊരു വീടല്ലേ, ഇത്രയും അടിപൊളി വീട്. എനിക്ക് ഇങ്ങനത്തെ ഒരു നല്ല വീട് ഉണ്ടാക്കി തരുമോ ചേച്ചി? അമ്പട പുളിസു, ഓസിക്കെല്ലാം അങ്ങ് മേടിക്കാന്ന് വിചാരിച്ച. പൊക്കോ, ഇവിടുന്ന് പൊക്കോ. ഇനി നിന്നെ ഇവിടെ കണ്ടുപോരുത്. ഇനി നിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും. അയ്യോ വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഗൈസ് കണ്ട വഴി വിടാ, എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല. എനിക്ക് ഞാൻ ചേച്ചീൻ്റെ അടുത്ത് പോവേ വേണ്ട. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വെച്ച് ബൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.